ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോർജ് ജെയിംസ് പാറയിൽ. ഇന്ന് നമ്മുടെ അതിഥി ജോർജ് ആണ്. 15 വർഷത്തോളമായിട്ട് വെബ് ഡിസൈനിങ്, ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം, മൊബൈൽ ആപ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നീ സർവീസ് നൽകുന്ന പാറയിൽ ക്രിയേറ്റീവ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഫൗണ്ടറും അതുപോലെ ക്രിയേറ്റീവ് ഡയറക്ടറുമാണ് ജോർജ്. ഏകദേശം 100-ൽ പരം സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്, സിംഗപ്പൂരും കൊച്ചിയിലും അവരുടെ ഓഫീസുകൾ. ഇന്ന് നമ്മുടെ അതിഥി ജോർജ് ആണ്. നമുക്ക് ജോർജിനെ പരിചയപ്പെട്ട് ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുന്നവർ എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. താങ്ക് യു ജോർജ്, വെൽക്കം. താങ്ക് യു. ഓക്കെ, ഇപ്പൊ 15 വർഷമായിട്ട് ജോർജ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിന്റെ എന്താ പറയാ മോഡൽ തന്നെ മൊത്തം മാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഒരു വെബ്സൈറ്റ്സും ഇ-കൊമേഴ്സും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതെ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നത്. ഈ വെബ്സൈറ്റ് ഒക്കെ പോലെ സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ എത്രത്തോളം? അപ്പൊ അങ്ങനെ വെച്ച് നമുക്കൊന്ന് തുടങ്ങാം. എന്താണ് ഈ ഒരു വെബ്സൈറ്റ്സും ചെയ്യണതിന്റെ നിർബന്ധമുണ്ടോ? ആൾക്കാർ ചെയ്യണതിന്റെ എത്രത്തോളം ആർക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള കാര്യങ്ങളിൽ ജോർജിന്റെ ഒരു ഒപ്പീനിയൻ എന്താ? ഓക്കെ, ഫസ്റ്റ്ലി താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. സോ ഈ കഴിഞ്ഞ ഒരു 10-15 വർഷം കൊണ്ട് വന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഒരു 15 years ago നമ്മൾക്കൊരു വെബ്സൈറ്റ് ഒരു ഡിജിറ്റൽ പ്രസൻസ് ഇല്ലാതെ സർവൈവ് ചെയ്യാമായിരുന്നു. ബിസിനസ് വാസ് സ്റ്റിൽ ഗ്രോയിങ്. അതെ. പക്ഷേ ഇപ്പോൾ എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ്, റൈറ്റ്, അത് കസ്റ്റമേഴ്സിന്റെ ആറ്റിറ്റ്യൂഡും മാറി, ബിസിനസ് ഓണേഴ്സിന്റെ ആറ്റിറ്റ്യൂഡും മാറി. സോ തിങ് ഈസ്, ഇപ്പൊ നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാവരും ഓൺലൈനിലുണ്ടെങ്കിൽ നമ്മൾക്ക് മാത്രം അത് ഇല്ലാതെ പറ്റില്ല, റൈറ്റ്? ഒരു കസ്റ്റമറുടെ ഇൻസ്റ്റിങ്ക്റ്റ് നമ്മളെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, എന്നിട്ടേ നമ്മൾ എന്തും വാങ്ങിക്കുള്ളൂ. ഇപ്പൊ ഒരു റെസ്റ്റോറന്റിൽ പോകുന്ന ഒരു ചായ കുടിക്കാൻ പോവാണെങ്കിൽ വരെ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി, അതില്ലാതെ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നില്ല. റേറ്റിംഗ് ഉണ്ടോ, ഒപ്പീനിയൻ ഉണ്ടോ എന്താന്നൊക്കെ നോക്കി. ഇപ്പൊ കുറച്ചും കൂടി ഒരു എക്സ്പെൻസീവ് ബൈ ആണെങ്കിൽ നമ്മൾ അവരുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കും, ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണോ, ഒരു ലെജിറ്റിമേറ്റ് ബിസിനസ് ആണോ. അപ്പോൾ ഓൾമോസ്റ്റ് എനി ബിസിനസ്, റൈറ്റ്, ഒരു ഓൺലൈൻ പ്രസൻസ് എന്തെങ്കിലും വേണം. ഇല്ല, അതൊരു ഇൻസ്റ്റാഗ്രാം പേജ് വരെ ആവാം, റൈറ്റ്? ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ്, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു പ്രസൻസ് ആയാലും മതി, അല്ലെങ്കിൽ ഒരു ഗൂഗിൾ മാപ്പിൽ ഒരു പ്രസൻസ് എങ്കിലും ആയാൽ മതി, റൈറ്റ്? ഒരു വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ചെയ്യണമെന്നില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇൻഡസ്ട്രിയിൽ വളരെ ചീപ്പായിട്ട് വെബ്സൈറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമുക്ക് തന്നെ സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ്സ് ഉണ്ട്. കുറച്ചൊരു IT നോളജ്, ഇപ്പോൾ ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കാൻ അറിയാവുന്നവർക്ക് വരെ വേണമെങ്കിൽ ഒരു വെബ്സൈറ്റ് സെറ്റ് ചെയ്യാം, വേറെ ഒരാൾക്ക് പൈസ കൊടുക്കാതെ. അത്രയും വരെ പറ്റും. യെസ്, അതൊരു വലിയൊരു കമ്പനിക്ക് പറ്റില്ല, ബട്ട് ഒരു സിംഗിൾ പേഴ്സൺ ബിസിനസ് ആണെങ്കിൽ. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞൊരു വർഷം കൊണ്ട് വന്നൊരു മാറ്റം എന്ന് വെച്ചാൽ കുറേയധികം AI പ്ലാറ്റ്ഫോംസ് വന്നു. അപ്പൊ നമ്മൾക്ക് ടെക്നിക്കൽ നോളജേ വേണ്ട ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ. നമ്മളുടെ ബിസിനസ് എന്താണെന്ന് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞായിരുന്നാൽ മതി. നമ്മൾ ഓൺലൈനിൽ ലോഗിൻ ചെയ്ത് നമ്മളുടെ ബിസിനസിന്റെ ഒരു 1 or 2 line ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ ആ പ്ലാറ്റ്ഫോം തന്നെ മൊത്തം ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി ഇങ്ങോട്ട് വരും. നമ്മൾ ജസ്റ്റ് എന്നിട്ട് പേരൊക്കെ ഒന്ന് മാറ്റുക, നമ്മൾ കസ്റ്റമൈസ് ചെയ്താൽ മതി. ബേസിക് കസ്റ്റമൈസേഷൻ. ഈ പ്ലാറ്റ്ഫോംസ് ഈവൻ ഫോട്ടോസ് ഉൾപ്പെടെയാണ് തരുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഇപ്പൊ എന്റെ ബിസിനസ് ഒരു കഫേ ആണെങ്കിൽ, ഞാൻ കഫേ ഇൻ കൊച്ചിൻ സെല്ലിംഗ് എന്താണ് കോഫി സ്നാക്സ് എന്ന് പറഞ്ഞു കൊടുത്താൽ അതിന്റെ കോപ്പി റൈറ്റിംഗ്, അതിന്റെ ഫോട്ടോഗ്രാഫി, അതിന്റെ സെക്ഷൻസ്, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തെങ്കിൽ തരും. നമ്മൾ എന്നിട്ട് അതിന്റെ ഓപ്പണിംഗ് അവേഴ്സ് മാറ്റുക, മെനുവിലുള്ള കുറച്ച് ഐറ്റംസ് ടൈപ്പ് ചെയ്ത് മാറ്റുക, ഇത്രയൊക്കെ ചെയ്താൽ മതി. അത്രയും നോൺ ടെക്നിക്കൽ ആയിട്ട് ഒരാൾക്ക് വരെ ഇത് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഹാപ്പൻസ് ഇൻ ഒരു മിനിറ്റ്സ്, റൈറ്റ്? അത് ഒരു മന്ത്ലി നമ്മൾ ഒരു $10 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു 1000 രൂപ താഴെ അത്രയൊക്കെ ഫീസ് വരുന്നുള്ളൂ. അതുവരെ ഇപ്പൊ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പ്ലാറ്റ്ഫോംസിനെ പറ്റിയുള്ള അവയർനെസ് ഇവിടെ പലർക്കും ഇല്ല. അതെ, എനിക്ക് തോന്നിയേക്കണ ഈ വെബ്സൈറ്റിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണ് നമ്മൾ വിൽക്കുന്നത് അതിന്റെ ഒരു ഇത് വെച്ചിട്ടാണ് പലപ്പോഴും ഒരു വെബ്സൈറ്റ് തന്നെ ഒരു എത്രത്തോളം അപ്ഡേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു കമേഴ്സ്യലി അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി, അല്ലെങ്കിൽ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള സാധനം മതിയാവും. പക്ഷെ ഈ അപ്ഡേറ്റ്സ് ഒക്കെ ചെയ്യൽ ഭയങ്കര കുറച്ചൊരു ടയർസം എക്സസൈസ് അല്ലേ? ഇപ്പൊ വെബ്സൈറ്റ് പലരും ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ട് അത് വേണ്ട രീതിയിൽ ഒരിക്കൽ ചെയ്തു കഴിഞ്ഞ് സംഭവം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പക്ഷെ അപ്ഡേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ വരുന്നുണ്ട്. അതൊക്കെ ചെയ്യലാണ് അതിലൊരു മെയിൻ ആയിട്ടുള്ള ടാസ്ക് എനിക്ക് തോന്നിയേക്കുന്നത്. അത് നമ്മളുടെ ഒരു ബിസിനസ് മോഡൽ അനുസരിച്ചിരിക്കും. ചില ബിസിനസ്സുകൾക്ക് ഒരു ബ്രാൻഡ് അവയർനെസ്സിന് ഒരു വെബ്സൈറ്റ് വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് വിൽക്കുന്ന ഒരാളാണെങ്കിൽ ഒരാള് ഓൺലൈനിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യില്ല.
ഇപ്പൊ ഒരു 10 കോടിയുടെ ഓർഡർ ഓൺലൈനിൽ തരില്ല. പക്ഷെ നമ്മുടെ കമ്പനീനെ പറ്റി അറിയണം, അതിന്റെ ഒരു ബയോ വേണം, ടീം ആരാണ്, ഇതൊക്കെ അറിയാൻ ഒരു വെബ്സൈറ്റ് വൺ ടൈം ചെയ്ത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇടാം. റൈറ്റ്, വല്ലപ്പോഴൊക്കെ ഒന്ന് മെയിൻ്റനൻസ് ചെയ്യണം, കാരണം ഈ പ്ലാറ്റ്ഫോമിന്റെ ടെക്നോളജി മാറും. അപ്പം ഒപ്റ്റിമൈസ് ചെയ്യുക, ചെറുതായിട്ടൊന്ന് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവാം. കസ്റ്റമർ ഒന്ന് കയറി നോക്കി കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഇമേജ് ഇമേജ് കിട്ടണം, നല്ല രീതിയിൽ നോക്കുന്ന ഒരാളാണ്, ക്രെഡിബിൾ ആണ്. റൈറ്റ്, അപ്പൊ അതിന് നല്ല ഫോട്ടോഗ്രാഫി, നല്ല കോപ്പി റൈറ്റിംഗ്. അപ്പൊ ഓക്കെ ഫൈൻ, ഇവരൊരു എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് ആണ്, അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി അറിഞ്ഞാൽ മതി. പിന്നെ ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ഉണ്ടാകുമ്പോൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം, വല്ലപ്പോഴും അപ്ഡേറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇൻ കമ്പാരിസൺ ടു ദാറ്റ്, ഇപ്പോൾ നമ്മളൊരു വളരെ ഓൺലൈൻ സെയിൽസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്, അത് നമ്മൾ വളരെ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യണം. റൈറ്റ്, അത് നമ്മളുടെ ഒരു കസ്റ്റമർ ബേസ് അനുസരിച്ചിരിക്കും. പിന്നെ ഇത് രണ്ടും അല്ലാതെ ഒരു കാര്യം വരുന്നത്, നമ്മൾ ഓർഗാനിക് ട്രാഫിക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ. അതായത് നമ്മളൊരാൾ സെർച്ച് ചെയ്ത് നമ്മുടെ ബിസിനസ് കണ്ടുപിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ചില ബിസിനസ്സുകൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. റൈറ്റ്, ഇപ്പൊ ഞങ്ങളുടെ ഒരു ക്ലയന്റ് പബ്ലിക്ലി ലിസ്റ്റഡ് കമ്പനിയാണ്. അവരെ ആരും ഓൺലൈനിൽ സെർച്ച് ചെയ്തല്ല കണ്ടുപിടിക്കുന്നത്, അവരെ പറ്റി എല്ലാവർക്കും അറിയാം, അവരുടെ പ്രൊഡക്ട്സ് ഒക്കെ കാണാൻ എല്ലാവരും വന്നാലേ ഉള്ളൂ. അപ്പൊ അവരുടെ കമ്പനിയുടെ പേരാണ് അടിക്കുന്നത്, അപ്പൊ എന്തായാലും അവരുടെ വെബ്സൈറ്റ് വരും. പക്ഷെ പല കമ്പനികളും അത്രയും വലുതല്ല. അപ്പൊ നമ്മളിപ്പോ സെർച്ച് ചെയ്യാണ്, ഇപ്പൊ ഈ പറഞ്ഞ നേരത്തെ കഫേയുടെ എക്സാമ്പിൾ, കോഫി ഷോപ്പ് ഇൻ കൊച്ചിൻ എന്ന് അടിക്കുമ്പോൾ നമ്മൾക്ക് ആദ്യമേ തന്നെ ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമ്മൾ പൈസ കൊടുത്ത് ആഡ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാം വെബ്സൈറ്റ്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ റാങ്കിങ് വരും. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലർലി ആർട്ടിക്കിൾസ് പോസ്റ്റ് ചെയ്യുക, വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു വലിയ പ്രോസസ് ആണത്. അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊരു സോഷ്യൽ മീഡിയ മാനേജർ ടീം ഒക്കെ വേണം, ഓഫീസ് ഇൻഹൗസ് തന്നെ വേണം, എങ്കിൽ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നിൽ നമുക്ക് ഇൻഹൗസ് അല്ലെങ്കിൽ ഒരു ഏജൻസിനെ ഏൽപ്പിക്കാം. ഇതൊക്കെ ഏജൻസിനെ ഏൽപ്പിച്ചാലും അവർക്ക് അത് അത്രയും അപ്ഡേറ്റ് ചെയ്ത് പോകാൻ പറ്റുമോ ഡെയിലി വൈസ്? ഗിവ് ആൻ എക്സാമ്പിൾ, ഇപ്പൊ ഞങ്ങളെ പോലുള്ള ഏജൻസികൾ ചെയ്യുന്നത് ഒരു ബ്രാൻഡിനെ പഠിച്ചിട്ട് അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച്, ഇപ്പൊ നമ്മള് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഖത്തറിലെ ഒരു ഫാർമസി ഗ്രൂപ്പായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. എവറി 2 days അവർക്ക് ഒരു പോസ്റ്റ് വേണം, അത്ര ഫ്രീക്വന്റ് ആണ് അപ്ഡേറ്റ്. പക്ഷെ അവരുടെ അപ്പം നമ്മുടെ മന്ത്ലി കോസ്റ്റ് അതുപോലെ കൂടുതലായിരിക്കും. പക്ഷെ അവർക്ക് ഇന്റേണലി 1-2 പേരാണ് അവരുടെ സോഷ്യൽ മീഡിയ ടീമിലുള്ളത്. അപ്പൊ അവർക്ക് അവരെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങളെ പോലെ ഒരു എക്സ്റ്റേണൽ പാർട്ടിയും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് അത് റൺ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ഒരിക്കലും ഒരു ബിസിനസ് ഓണർ അത്രയും ബിസിനസിനെ പറ്റി ഞങ്ങൾക്ക് അറിയുണ്ടാവില്ല. അപ്പൊ അവിടെയുള്ള പ്രശ്നം അതാണ്. കാരണം നമ്മളൊരു ഏജൻസിനെ ഏൽപ്പിക്കും, ഏജൻസിക്ക് അവരുടെ ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. ഓരോരോ പ്രൊഡക്റ്റുകളും ഓരോരോ ബ്രാൻഡുകളും ഓരോരോ ഏരിയകളുമാണ് നമുക്കറിയില്ല, പക്ഷെ അവർക്കാണ് അത് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. അതൊരു വളരെ കൊളാബറേറ്റീവ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മളൊരു മാസത്തെ കണ്ടന്റ് കാലണ്ടർ പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ നമ്മളൊരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ SEO ചെയ്യുന്ന ഒരു ക്ലയന്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ മാത്രമല്ല മിക്കവാറും ഏജൻസികളൊക്കെ ചെയ്യുന്നത്, നമ്മളൊരു കലണ്ടർ അല്ലെങ്കിൽ ഒരു പ്ലാൻ ഫോർ ദ മന്ത് നമ്മൾ മാസം തുടങ്ങുന്നതിന് മുമ്പേ തരാണ്. അപ്പൊ അതിൽ ഇന്ന പോസ്റ്റുകൾ ഇന്ന ദിവസം ഇന്ന പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നു, ഇന്ന ആർട്ടിക്കിൾ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ക്ലയന്റുമായിട്ടൊരു മീറ്റിംഗിൽ ക്ലയന്റ് സജസ്റ്റ് ചെയ്യും, ഓക്കെ നമുക്ക് എക്സ്ട്രാ ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യണം, ഞങ്ങൾക്ക് ആക്ച്വലി പുതിയൊരു ലോഞ്ച് ഉണ്ട്, അതും കൂടി ആ മാസം പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങളൊരു ആർട്ടിക്കിൾ എഴുതും. ചിലപ്പോൾ ഒരു ബുള്ളറ്റ് പോയിന്റ്സ് വരും, നമ്മളത് എക്സ്പാൻഡ് ചെയ്ത് ആർട്ടിക്കിൾ ആക്കും, നമ്മൾ കുറച്ച് കീവേഡ്സ് ഒക്കെ കയറ്റി അതൊരു ആർട്ടിക്കിൾ ആക്കി പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു വളരെ കൊളാബറേറ്റീവ് ആയിട്ട് നടക്കുള്ളൂ. റൈറ്റ്, ഒരിക്കലും അത് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ഏതൊരു ഏജൻസിക്കും ഒറ്റയ്ക്ക് പോയിട്ട് ഞങ്ങൾ ഇത് മൊത്തം ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അത് ബിസിനസ് ഓണർ വളരെ ഇൻവോൾവ് ആയിരിക്കണം. അവരുടെ നല്ല സപ്പോർട്ട് വേണം, എങ്കിൽ മാത്രമേ അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ് ആയിട്ട് ചില ബ്രാൻഡ്സിന് ഇതൊന്നും താല്പര്യമില്ലാത്തവരുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ചില സോഷ്യൽ മീഡിയ ക്ലയൻസ് എന്ന് വെച്ചാൽ അവർക്ക് ഒരു നല്ല എക്സിസ്റ്റിംഗ് ബേസ് ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടത് ഞങ്ങളിവിടെ ഉണ്ട് എന്നെല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അറിയിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പൊ അവർ നിങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തു, അപ്പൊ അവർക്ക് അതിൽ നിന്ന് അങ്ങനെ ബിസിനസ് വേണോ? ബിസിനസ് ഒന്നല്ല, അവരൊരു ഇമേജിന് വേണ്ടി നിങ്ങൾ പോസ്റ്റ് ചെയ്തോളൂ, ഞങ്ങൾക്ക് ഇതിന് ലീഡ്സ് ഒന്നും വേണ്ട, നിങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തോണ്ടിരുന്നോളൂ, ഞങ്ങൾ ഇവിടെ ലൈവ് ആൻഡ് വെൽ എന്നെല്ലാവരും അറിയിക്കണം, അപ്ഡേറ്റഡ് ആണെന്നും അറിയണം. കറക്റ്റ്. കാരണം ചിലപ്പോൾ ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ 2 കൊല്ലം മുമ്പ് ഇട്ടേക്കണ പോസ്റ്റാണ് ഇപ്പോഴും കിടക്കുന്നത്, അപ്പൊ തന്നെ അവർക്ക് മനസ്സിലാവുന്നത് അൺഅറ്റൻഡഡ് ആണ് എന്നുള്ള രീതിയിലുള്ള ഇമേജ് മോശമാവും. അങ്ങനെ ഇവര് സോഷ്യൽ മീഡിയയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവർക്കൊരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ അവർ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവർ വളരെ ലൈവ് ആണല്ലോ, ഇവരുടെ പ്രൊജക്ട്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പുതിയത് വരുന്നുണ്ട്, അത്രയും മതി. അപ്പൊ ശരിക്കും ഒരു വെബ്സൈറ്റിന്റെ ഒരു കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമറുടെ റിക്വയർമെന്റും അവരുടെ ആപ്ലിക്കേഷനും എല്ലാം നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ എത്രത്തോളം വേണം. അങ്ങനെ ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു 1000 രൂപ മുടക്കിയാൽ പോലും നമുക്ക് വേണമെങ്കിൽ വെബ്സൈറ്റ് സ്വന്തമായിട്ട് പോലും ചെയ്യാൻ പറ്റുന്ന കാര്യം. വെബ്സൈറ്റ് നമ്മൾ നോട്ടീസ് കാണുമല്ലോ, ഈ 5000 രൂപയ്ക്ക് വെബ്സൈറ്റ് 5999 ഇങ്ങനത്തെ നോട്ടീസ് ഉള്ളപ്പോ ഞങ്ങൾ എന്നിട്ട് 1 ലക്ഷം രൂപയുടെ വെബ്സൈറ്റ് വരുമ്പോൾ ആൾക്കാർ 1 ലക്ഷം രൂപ 10 ലക്ഷം രൂപ വെബ്സൈറ്റിന് എന്നൊക്കെ ചോദിക്കും. അത് ഇതൊരു വീട് പണിയൊന്നുമല്ല, നമുക്ക് എന്ത് ലെവലിൽ വേണമെങ്കിലും പണിയാം. പണ്ട് വീടിന് ഫ്ലോറിൽ നമ്മൾ ചാണകം മെഴുകും, ഇപ്പൊ 500 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് ഇറ്റാലിയൻ മാർബിളും കിട്ടും നമുക്ക്. ടെക്നിക്കലി നോക്കുമ്പോൾ ഫ്ലോറിംഗ് ചെയ്തിട്ടുണ്ട്. ആ പറഞ്ഞ പോലെയാണ് വില വരുന്നത്, നമുക്ക് ഏത് ലെവലിലും നമുക്ക് മുമ്പോട്ട് പോകാം. വില വരുന്നത് ഇപ്പൊ ഒരു വെബ്സൈറ്റിന്റെ വില വരുന്നത് പല കാര്യങ്ങളിലാണ്. ഒന്ന്, അതിന്റെ
ലുക്ക് ആൻഡ് ഫീൽ. ഇപ്പൊ നമ്മളൊരു വീട് പോലെ ഇപ്പൊ പറഞ്ഞ പോലെ ടൈലിനുള്ള ഭംഗി അല്ലെങ്കിൽ മാർബിളിന്റെ 10 രൂപ മുതൽ 1000 രൂപ വരെ നമുക്ക് നമ്മൾ എത്രമാത്രം എഫേർട്ട് എടുത്താണ് ഇതിന്റെ ഡിസൈൻ ചെയ്യുന്നത്, അതിന്റെ അനിമേഷൻസ് ഉണ്ടോ, ഡിസൈൻ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്, അതിന്റെ ഒരു കോസ്റ്റ് വരും. അതുപോലെ തന്നെ അതിന്റെ ഇന്നർ വർക്കിംഗ്സ്, ഇപ്പൊ നമ്മുടെ ഒരു വീടിന്റെ പ്ലംബിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ നമ്മൾ പുറത്ത് കാണുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഇതിപ്പോ നമ്മൾ കോസ്റ്റ് കുറച്ച് ചെയ്യുന്നവരുണ്ടാവും, പക്ഷെ അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് വിതിന് മന്ത് സാധനങ്ങളൊക്കെ പൊളിഞ്ഞു തുടങ്ങും. ഇതെന്താ വർക്ക് ആവാത്തത്, കസ്റ്റമർ ചെക്ക്ഔട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ചെക്ക്ഔട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ അപ്ഡേറ്റ് ആവുന്നില്ല, ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നു തുടങ്ങും. അപ്പോഴാണ് ഇവര് ഇതുകൊണ്ടാണ് ഈ മറ്റവർ ഇത്രയും എക്സ്ട്രാ ചാർജ് ചെയ്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഒരു പ്രൊഫഷണലിനെ ഏൽപ്പിക്കും എന്നുള്ള ഇതാണ് എല്ലാവരുടെയും മനസ്സിലാവും. വെബ്സൈറ്റ് അല്ലേ, അതിപ്പം വെബ്സൈറ്റ് ആണല്ലോ, അപ്പോ പക്ഷേ വി നോട്ടീസ് ദാറ്റ് മോർ ആൻഡ് മോർ കസ്റ്റമേഴ്സ് ഇത് അവെയർ ആയി തുടങ്ങി. പലരും ഇതുപോലെ പലയിടത്തും കൊണ്ടേ കൊടുത്ത് പണി വാങ്ങിച്ചിട്ടാണ്. ഞാനും അറിയാലോ, അപ്പൊ ഞാനൊരു 10 വർഷമായിട്ട് ഒരു വെബ്സൈറ്റ് എനിക്ക് ഉണ്ടെങ്കിൽ പോലും ഞാനിപ്പോഴും ഹാപ്പി അല്ല വെബ്സൈറ്റിൽ. കാരണം ഇപ്പോഴും നമ്മളത് വേണ്ട രീതിയിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫോളോ അപ്സ് അപ്ഡേഷൻസും കാര്യങ്ങളും പലപ്പോഴും നടക്കാറില്ല. അപ്പൊ അത് ഈ പറഞ്ഞ അത് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യം. പിന്നെ ഈ പല എനിക്ക് ബിസിനസ് ഓണേഴ്സിനൊക്കെ പറ്റുന്നതാണ് ഈ ഇപ്പൊ നമ്മൾ വേറെ ഒരു കമോഡിറ്റി വാങ്ങുമ്പോൾ നമുക്കൊരു ടച്ച് ആൻഡ് ഫീൽ ഉണ്ടല്ലോ, ഒരു സാധനം കിട്ടിത്തറുള്ളൂ. ഇപ്പൊ ഞാൻ 1 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇവൻ എന്തിട്ട് ചെയ്തേക്കണേ, ഇവ പ്രത്യേകിച്ച് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, അവരെന്തൊക്കെയോ ഒരു കുറെ പടമൊക്കെ വെച്ചിട്ട് ഒരു സാധനം ഇതിനൊക്കെ ഇത്ര കാശ് വേണം. മറ്റോ അങ്ങനെയല്ല, നമ്മള് കാറ് മേടിക്കുമ്പോൾ നമുക്കൊരു കാറ് കിട്ടി എന്ന് പറയണവരെ. പണ്ട് ഞാൻ കമ്പ്യൂട്ടർ ബിസിനസ് വിൽക്കുമ്പോഴുള്ള ആദ്യത്തെ കുഴപ്പമാണ് സോഫ്റ്റ്വെയർ വിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഹാർഡ്വെയർ ഒക്കെ ഭയങ്കര എളുപ്പമാണ്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇതിനെന്താ, അതിന് പ്രത്യേകിച്ച് സാധനമൊന്നുമില്ല, ഇതിന് ഇത്ര കാശോ എന്നുള്ള രീതിയിൽ എപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നു. ആ ഒരു പ്രശ്നം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ശരിക്കും കയ്യിൽ കിട്ടുന്നില്ല, ഒന്നും വിലയ്ക്ക് ഒന്നും പ്രത്യേകിച്ച് സാധനം കയ്യിൽ കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പറഞ്ഞ പോലെ ഏത് ബിസിനസ് കാറ്റഗറി ആണെങ്കിലും സാധിക്കുമെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ് വേണം, ഒരു വെബ്സൈറ്റ് വേണം. ഈവൻ വലിയ ലെവലിൽ അല്ലെങ്കിൽ പോലും ഒരു വെബ്സൈറ്റിന്റെ ആവശ്യമുണ്ട്. വെബ്സൈറ്റ് ഓർ അറ്റ്ലീസ്റ്റ് ആൻ ഓൺലൈൻ പ്രസൻസ്. ഇപ്പൊ പല ബിസിനസ്സുകളും വെബ്സൈറ്റ് ഇല്ല, പക്ഷെ ഒരു വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ്, അതൊരു അവരുടെ വെബ്സൈറ്റ് പോലെ തന്നെയാണ്. റൈറ്റ്, അവരതിൽ കമ്പനീനെ പറ്റി എഴുതുന്നു, കമ്പനിയുടെ പ്രൊഫൈൽ, ടീം. അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പേജ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ വെബ്സൈറ്റിലുള്ള എല്ലാ പേജിലും മാത്രമല്ല ആൾക്കാർ കൂടുതൽ എൻഗേജ്ഡ് വരുന്നത് ഈ സോഷ്യൽ മീഡിയയിലേക്കാണല്ലോ വരുന്നത്, ഇതിനേക്കാളും നോക്കും വെബ്സൈറ്റിനേക്കാളും. പിന്നെ അതിന്റെ ഒരു കാറ്റഗറിയും ആ ബിസിനസിന്റെ വോളിയും അവരുടെ ആ ഒരു ഇമേജും ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം ഏത് തരത്തിലാണ്. ഒരു പബ്ലിക്ലി ലിസ്റ്റഡ് കമ്പനി പോയിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അത് പിന്നെ എനിക്ക് തോന്നുന്നത് ഇ കൊമേഴ്സിലേക്ക് വരുമ്പോൾ നമ്മള് ഏതൊക്കെ ടൈപ്പിലുള്ള ആൾക്കാർക്ക് മെയിനായിട്ട് ഇ കൊമേഴ്സ് വേണ്ടി വരുന്നത്. അപ്പൊ അതിൽ ഇ കൊമേഴ്സിൽ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടേക്കണത് ഇപ്പോൾ ഒത്തിരി ബിഗ് ജൈൻസ് ഉണ്ട്. ഇപ്പൊ ഒരു ബോട്ടീക്ക് തന്നെ ആണെങ്കിൽ പറഞ്ഞാൽ പോലും ഇപ്പൊ ബോട്ടീക്ക് സ്വന്തമായിട്ട് ഇപ്പൊ ഒരു ഷോറൂം മാത്രമുള്ള ഒരാൾ അതിലേക്ക് ഇ കൊമേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എക്സ്പെൻസ്, ലിസ്റ്റിങ്, മറ്റേ പേയ്മെന്റ് ഗേറ്റ് വേ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴും പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നേരെ മിന്ത്രയും ആമസോണിലും അവിടെ ഇവിടെ കയറുമ്പോൾ ഭയങ്കര ഇതാണ്, ഭയങ്കര ഓപ്പർച്യൂണിറ്റി. അപ്പൊ നമ്മൾ സാധാരണ പ്രാദേശികമായിട്ട് ലോക്കലായിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള പിന്നെ ട്രാഫിക് അവർ കോടികൾ മുടക്കിയിട്ടാണ് ട്രാഫിക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇ കൊമേഴ്സ് ഇപ്പോഴത്തെ അവസ്ഥയിൽ പണ്ട് ഈവൻ എനിക്ക് തോന്നുന്നു ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ, അത് കൂടാതെ ഈ പേയ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പൊ പിന്നെ കുറെ കൂടി അത് ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാർക്ക് നമുക്കൊരു ഇ കൊമേഴ്സ് അഫോർഡബിൾ ആവും, ശരി അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ? ഇപ്പൊ ഇതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, വാട്ട് കൈൻഡ് ഓഫ് ബിസിനസ്, എന്ത് ബിസിനസ് ആണ് അവർ ചെയ്യുക ഇമ്പോർട്ടന്റ്. അതില് ഇപ്പൊ നമ്മളൊരു മെയിൻ സ്ട്രീം സാധനങ്ങൾ വിൽക്കുന്ന ഒരാളാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഇ കൊമേഴ്സ് തുടങ്ങുന്നതിൽ വലിയ കാര്യമില്ല. ബിക്കോസ് നമ്മൾക്ക് ഒരിക്കലും ചെയ്താലും ബിസിനസ് അതിലൂടെ വരണം. മിക്കവാറും ആമസോൺ അല്ലെങ്കിൽ അത് നിങ്ങളിപ്പോ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഇടുന്നതിന്റെ അല്ല, അതിൽ മാർക്കറ്റ് ചെയ്യണം. റൈറ്റ്, ഇപ്പൊ നിങ്ങളുടെ പ്രൊഡക്ട്സ് അതുവഴി വിൽക്കണമെങ്കിൽ നിങ്ങൾ അതിന് സോഷ്യൽ മീഡിയയും അതിന് പ്രൊമോഷൻ വേറെ ചെയ്യണം, അല്ലെങ്കിൽ ആമസോണിൽ തന്നെ മാർക്കറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മളൊരു വെബ്സൈറ്റിന്റെ ആവശ്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പോവാണ്, ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ പേരടിച്ച് നോക്കും. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ കുറെ കൂടി കഥയൊക്കെ എഴുതി നമുക്കൊരു വെബ്സൈറ്റ് വേണമെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം അല്ല, പ്രൊഡക്റ്റിനെ പറ്റിയുള്ള നോളജ് ആണ്. പക്ഷെ നമ്മളൊരു വളരെ നീഷായിട്ടുള്ള പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരാളാണ്. റൈറ്റ്, ഇപ്പൊ ഞങ്ങളുടെ ചില ക്ലയൻസ്, ഇപ്പം ചില സെലിബ്രിറ്റി ക്ലയൻസ് ഉണ്ട്, അവർക്ക് അവരുടേതായ ഫാഷൻ ലൈൻ, അവർക്കുള്ളൊരു ഒരു ലോയൽ ഫാൻ ബേസ് ഉണ്ട്. അവർക്ക് ഇപ്പൊ അവരുടെ തന്നെ ഫോളോവേഴ്സ് ഒരു 10 ലക്ഷം പേരുണ്ടാവും. അവരൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ സൈറ്റിൽ നിന്ന് എല്ലാവരും വാങ്ങിച്ചോളൂ. അവർക്ക് അപ്പൊ ഒരു ആമസോണിൽ പോയിട്ടല്ല, മമ്മൂട്ടി ഒരു ബ്രാൻഡ് ലൈൻ തുടങ്ങി കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാനാണ് ആൾക്കാർക്ക് താല്പര്യം. അങ്ങനത്തെ സെലിബ്രിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ നിഷ് പ്രോഡക്ട്സ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ഒരു ക്ലയന്റ് വിൽക്കുന്ന വളരെ ഓർഗാനിക് ആയിട്ടുള്ള ചില പ്രൊഡക്ട്സ് വിൽക്കുന്നവരുണ്ട്. അതിന് അവർക്ക് വളരെ ലോയൽ ആയിട്ടുള്ള വളരെ എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് ആണ്. അവരുടെ വെബ്സൈറ്റിൽ ഒരു 10 പ്രൊഡക്റ്റ് ഒക്കെ ഉള്ളൂ. പക്ഷേ അവരുടെ ക്ലയന്റ് ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് മൊത്തമുള്ള ഫേമസ് ഷെഫുകളാണ്, അല്ലെങ്കിൽ വളരെ റേറ്റിംഗ് ഉള്ള കഫേസും റെസ്റ്റോറൻറ്റ്സും, അങ്ങനത്തെ ഒരു വളരെ ലോയൽ ആയിട്ടുള്ള ഫാൻ ബേസ് ആണ് അവരുടെയും. അവർക്ക് ഈ വെബ്സൈറ്റ് അവർ ഒന്ന് വാങ്ങിച്ചോളും, ബിക്കോസ് ലുക്കിംഗ് ഫോർ സംതിങ് വെരി പെർട്ടിക്കുലർ. അപ്പൊ അതിനൊരു അങ്ങനത്തെ വെബ്സൈറ്റുകളുണ്ട്. അപ്പം
അതല്ല ഇപ്പൊ നമ്മൾ സാധാരണ ഉപ്പുമുളകും വിൽക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു വെബ്സൈറ്റ് എന്തെങ്കിലും ഒരു കാര്യമില്ല. പിന്നെ സെക്കൻഡ് തിങ് ഈസ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ചെയ്യാൻ ഇപ്പൊ അത്ര എക്സ്പെൻസീവ് അല്ല, റൈറ്റ്. കാരണം കുറെ എക്സിസ്റ്റിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പൊ ഷോപ്പിഫൈ അതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം, റൈറ്റ്, വളരെ സിമ്പിൾ ആണ്. നമ്മൾക്ക് തന്നെ വേണമെങ്കിൽ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം നമുക്ക് തന്നെ ചെയ്യാം. നേരത്തെ നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞ കറക്റ്റ്. നമുക്ക് തന്നെ കുറച്ചൊക്കെ ഒന്ന് സമയം എടുത്താൽ നമുക്ക് തന്നെ ശരിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഐ വുഡൻ സജസ്റ്റ് പല ബ്രാൻഡ്സിനും, ഈവൻ ഞങ്ങളുടെ അടുത്ത് വരുന്ന പലർക്കും ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വെറുതെ ഒരു ഇ കൊമേഴ്സ് സൈറ്റ് ഉണ്ടാക്കണ്ട, യു ഗൈസ് ലിസ്റ്റ് ഇറ്റ് ഇൻ ആമസോൺ. ആ പൈസ എടുത്ത് വാട്ട് യു ഡു ഇസ് മാർക്കറ്റിംഗിന് ഉപയോഗിക്കുക, റൈറ്റ്. അതിലേക്ക് ട്രാഫിക് വരട്ടെ. നമ്മൾ വെറുതെ കുറെ പൈസ മുടക്കി ഒരു ഇ കൊമേഴ്സ് സൈറ്റ് ചെയ്തിട്ട് അതിലേക്ക് ആരും ട്രാഫിക്കും ഇല്ല, ബിസിനസ് ഇല്ലെങ്കിൽ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ പ്രൊഡക്റ്റും എന്താണെന്നുള്ളത് ഭയങ്കര പ്രൊഡക്റ്റ് എന്താണ്, ടാർഗറ്റ് ഓഡിയൻസ് എന്താണ്, അതുപോലെ തന്നെ ഇവർ ഈ പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നു. നമ്മൾ സെർച്ച് വഴി കണ്ടുപിടിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് മാത്രമേ ഉള്ളൂ റാങ്ക് ചെയ്ത് വരാൻ, അവരവിടുന്ന് വാങ്ങിക്കും. പക്ഷെ വളരെ കോമൺ ആയിട്ട് എല്ലാം നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, എവിടെ വേണമെങ്കിലും കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് റാങ്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. We'll have to spend. ഇപ്പം ഈ എന്താ നമ്മള് സെർച്ചിന് വേണ്ടിയോ ആഡ്സിന് വേണ്ടിയോ സ്പെൻഡ് ചെയ്യുന്ന കോസ്റ്റ് വിൽ ബി ഇൻ ലാക്സ് നമ്മളൊന്ന് റാങ്ക് ചെയ്ത് വരാൻ. ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണോ അതിന്റെ? അത് നമ്മളെപ്പോഴും SEO, നമ്മളെപ്പോഴും പണ്ട് പോലും പറയാം SEO, SSEO. അപ്പൊ അതിലൊക്കെ വരുമ്പോൾ, കാരണം നമ്മൾ ഏറ്റവും മുമ്പിൽ റാങ്ക് ചെയ്യണം, ഏറ്റവും മുകളിൽ ആരെങ്കിലും പോപ്പ് ചെയ്ത് ആദ്യം നമ്മുടെ കയറി വരണം, നമ്മുടെ സെർച്ച് ചെയ്ത് ആദ്യം നമ്മൾ കയറി വരണം. അതിന് അങ്ങനെയുള്ള കാര്യങ്ങളിലും ഈ സെർച്ചിൽ രണ്ട് രീതിയിൽ വരാം. ഒന്ന് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ സ്പോൺസേർഡ് എന്ന് പറഞ്ഞ് മുകളിൽ കാണുന്നത്, അത് പൈസ കൊടുത്തിട്ടാണ്. ഓരോ ക്ലിക്കിനും നമ്മൾ ഗൂഗിളിന് പൈസ കൊടുക്കുകയാണ്. അതിൽ കൺവേർട്ട് ആയാലും ഇല്ലെങ്കിലും നമ്മളൊരു സെർച്ച് വേർഡ് വെച്ചിട്ട് നമ്മൾ ഇപ്പൊ ഗൂഗിളിന് കീവേഡ്സ്, അത് കീവേഡ് അനുസരിച്ചാണ് റേറ്റ്. ഇപ്പൊ ചില ഇൻഡസ്ട്രീസ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ട്രാവൽ, അപ്പൊ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അല്ലെങ്കിൽ F&B ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ചിലതൊന്നും അധികം കോമ്പറ്റീഷൻ ഇല്ലാത്ത ഇൻഡസ്ട്രി ആണെങ്കിൽ റേറ്റ് കുറവായിരിക്കും ഈ ക്ലിക്സിന്. രണ്ടാമത്തെ രീതിയാണ് അതിന്റെ തൊട്ട് താഴെ വരുന്ന റിസൾട്ട്സ്, ഓർഗാനിക് ആയിട്ട് വരാം. ഓർഗാനിക്കലി അത് എളുപ്പമല്ല, അതിങ്ങനെ മാസങ്ങൾ എടുക്കുന്ന പ്രോസസ്സാണ്. നിർത്തി കഴിഞ്ഞാൽ അടുത്ത ആള് അപ്പൊ കയറി മുകളിൽ. നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം SEO ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പയ്യെ താഴെ തുടങ്ങും, ഇവർ കയറി വരും. ഇതൊരു കോൺസ്റ്റന്റ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഒരു ഇത്ര കീവേഡ്സിന് അല്ലെങ്കിൽ ഇന്ന ടാർഗറ്റ് മാർക്കറ്റിന് ഇങ്ങനെയൊക്കെ സെലക്ട് ചെയ്തിട്ടായിരിക്കും. അതിന്റെ പാക്കേജ് റേറ്റ് വരുന്നത് അത് വെച്ചിട്ടായിരിക്കും. എത്ര കീവേഡ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മാർക്കറ്റ്സിൽ ഒപ്റ്റിമൈസ് ചെയ്യണം, ഏതൊക്കെ ലാംഗ്വേജിന് ചെയ്യണം, ഇംഗ്ലീഷിന് മാത്രം മതിയോ. ഇപ്പം ഗൾഫിൽ ചെയ്യണമെങ്കിൽ ചിലപ്പം അറബിക്കിൽ ചെയ്യണമായിരിക്കും, മലയാളത്തിലായിരിക്കും ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അത് ഓരോന്നിനുള്ള ടാർഗറ്റ് ഓഡിയൻസിനെ മനസ്സിലാക്കിയിട്ട്, പിന്നെ പണ്ടത്തെ പോലെ ഇപ്പോൾ SEO മാത്രം ചെയ്യുന്നവർ കുറവാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു ഒറ്റ ടേമായി. അതിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വരും, ഇമെയിൽ മാർക്കറ്റിംഗ്, SEO, ഇതെല്ലാം അതിന്റെ ഒരു അണ്ടർലൈൻ. പണ്ട് നമ്മളൊരു കമ്പനി SEO മാത്രം ചെയ്യുന്നു, അങ്ങനെയായിരുന്നു. ഇപ്പൊ അതിന്റെ കൂടെ സോഷ്യൽ മീഡിയ കൂടി, ഇപ്പൊ അതിന്റെ കൂടെ കണ്ടന്റ് മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് മാർക്കറ്റിംഗ്. ഈ ശരിക്കും എന്താ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്? നമ്മൾ ഒരു സെലിബ്രിറ്റിയൊക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന പോലെയാണ്, ഇൻഫ്ലുവൻസർ വെച്ച് വർക്ക് ചെയ്യുന്നു അല്ലെ? അല്ല, ഇപ്പത്തെ ഒരു ട്രെൻഡ് ഇപ്പൊ ഒരു 2-3 വർഷം മുമ്പ് ചിലപ്പോൾ സെലിബ്രിറ്റീസിനെ ആയിരുന്നു. ഇപ്പൊ അത് മാറി കുറച്ചും കൂടി മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ആയി. അതായത് അധികം ഫോളോവേഴ്സ് ഇല്ല, പക്ഷെ 5000-10000 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ വളരെ എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഫോളോവർ ബേസ് ആണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കറക്റ്റ്. അപ്പൊ അവര് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പം മേക്കപ്പിന്റെ തന്നെ സബ് കാറ്റഗറി ആയിരിക്കും. ചിലപ്പോൾ ലിപ്സ്റ്റിക് മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ ആയിരിക്കും. അപ്പൊ അതിന്റെ കസ്റ്റമർ, ഇപ്പൊ അങ്ങനത്തെ ഇൻഫ്ലുവൻസേഴ്സ് വളരെ പോപ്പുലർ ആയി തുടങ്ങി. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കായിരുന്നു ബ്രാൻഡ്സ് പോകുന്നത്. ഇപ്പൊ ബ്രാൻഡ്സ് ഈ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടുപിടിച്ച് കോസ്റ്റിംഗും പക്ഷേ കൺവേർഷൻ ചിലപ്പോൾ കുറവായിരിക്കും. ഇതെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇപ്പൊ ലിപ്സ്റ്റിക് മാത്രം വിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇപ്പൊ കോഫി, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, റൈറ്റ്. ഇപ്പൊ ഞാൻ കോഫീസിനെ പറ്റി മാത്രം പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്റെ ഫോളോവേഴ്സ് കോഫി അഡിക്ട്സ് ആയിരിക്കും. അപ്പൊ ഞാനൊരു സംഭവം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ഒരു മിക്കവാറും പേരെല്ലാം പോയി അത് വാങ്ങിക്കും, ബിക്കോസ് അത്ര ലോയൽ ഫോളോവേഴ്സ് ആണ്. ആൻഡ് ദേ ആർ മോർ ട്രസ്റ്റ് വർത്തി. ഇപ്പൊ ഒരു ഇൻഫ്ലുവൻസർ എല്ലാത്തിനെ പറ്റി എഴുതുകയാണ്, റൈറ്റ്. എന്താ ഫുഡിനെ പറ്റി ജനറലി ചെയ്യുന്നവര്. ഇപ്പൊ ഈ ഫുഡ് ബ്ലോഗേഴ്സിനെ ആൾക്കാർക്ക് ഇപ്പൊ ഒരു വിശ്വാസം കുറഞ്ഞു തുടങ്ങി. കറക്റ്റ്. പക്ഷേ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളെ കുറച്ചും കൂടി വിശ്വാസം ഉണ്ടാവും നമുക്ക്. അപ്പം ബ്രാൻഡ്സ് ഓൾസോ റിയലൈസ്ഡ്, റൈറ്റ്, ഓ ഇങ്ങനെ ചെയ്യുന്നവരെയാണ് നല്ലത്, റൈറ്റ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് റേറ്റ് കുറവാണ്, അപ്പോൾ കൺവേർഷൻ കൂടുതലാണ്, റൈറ്റ്. ഈ 5000 പേരിൽ നിന്ന് ചിലപ്പോൾ ഒരു 10% കൺവേർട്ട് ആവും. മറ്റേത് 5 ലക്ഷം പേരുണ്ടെങ്കിൽ ആരും കൺവേർട്ട് ആവില്ല, റൈറ്റ്. കുറെ വ്യൂസ് കിട്ടും, നോ കൺവേർഷൻ. അപ്പൊ ROI നോക്കുമ്പോൾ ദിസ് വുഡ് ബി ബെറ്റർ. ഓക്കെ. പിന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ നോക്കുമ്പോൾ പല പ്ലാറ്റ്ഫോംസുകളുണ്ടല്ലോ, ഇപ്പൊ യൂട്യൂബ്,
ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇതിനെയൊക്കെ എങ്ങനെയാ കാറ്റഗറൈസ് ചെയ്യും? അതിന്റെ ഓരോന്നിനും നമ്മളിപ്പോൾ ഒരു സാധാരണ ബിസിനസ് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ നമ്മൾ കൂടുതലും ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരെ എവിടെയൊക്കെ നമ്മുടെ ഡിജിറ്റൽ പ്രസൻസ് വേണം എന്നുള്ളതാണ് നമ്മൾ ഒരു ടോക്കിലൂടെ തന്നെ ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യുമ്പോൾ ഒരു തുടക്കത്തിൽ വരുന്ന ഒരാള് ഇപ്പൊ നമ്മൾ പറഞ്ഞൊരു വെബ്സൈറ്റ് വേണ്ട ആവശ്യകത നമ്മൾ പറഞ്ഞു, അതിനെക്കുറിച്ച് പറഞ്ഞു, ഇ കൊമേഴ്സിനെ കുറിച്ച് സംസാരിച്ചു. പിന്നെ അടുത്ത ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ടെക്നിക്കലി സോഷ്യൽ മീഡിയയിൽ നമ്മൾ എത്രത്തോളം പണ്ട് നമ്മൾ പ്രിന്റ് മീഡിയയും അല്ലെങ്കിൽ ചെറിയ പരസ്യം കൊടുക്കാം, ഫ്ലെക്സ് വയ്ക്കാം, അപ്പൊ അതിനൊക്കെ എക്സ്പെൻസീവ് ആണ്. പണ്ടത്രല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാരുടെ വ്യൂവേഴ്സിന്റെ നമ്പേഴ്സ് അതുപോലെ കൂടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന ആള് ഇപ്പൊ നമ്മൾ ഒത്തിരി ഇതുണ്ടല്ലോ, ഇപ്പൊ ലൈക്ക് യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇതൊക്കെ പറഞ്ഞ പോലെ അതിൽ ഏതിലൊക്കെ എങ്ങനെ അതിന്റെ ഓരോന്നിന്റെയും സാധ്യതകളും അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? ഐ മീൻ ഐഡിയലി പ്രസൻസ് എവരിവെയർ എല്ലായിടത്തും വേണം. പക്ഷെ അതൊരു പല ബിസിനസ്സുകൾക്കും അത്രയും പ്രസൻസ് പറ്റില്ല. സെലക്ട് ബാൻഡ്വിഡ്ത്ത് ഇഷ്യൂസ് ഉണ്ടാവും, അത്രയും സ്റ്റാഫിനെ വെച്ച് എല്ലായിടത്തും പോസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഐഡിയൽ കേസസ് ഇഫ് യു ലുക്ക് അറ്റ് യുവർ ടാർഗറ്റ് ഓഡിയൻസ്, റൈറ്റ്, നമ്മളുടെ ഓഡിയൻസ് എവിടെയാണോ അതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ടാർഗറ്റ് ഓഡിയൻസ് ഏത് പ്ലാറ്റ്ഫോമിലാണ് കൂടുതൽ വരാനുള്ളത്? ഇൻസ്റ്റാഗ്രാമിലാണോ യൂസ് ചെയ്യുന്നത്? കുറച്ചും ഒരു ഓൾഡർ ജനറേഷൻ മേ ബി ഫേസ്ബുക്കിലായിരിക്കാം. ഓൾഡർ ജനറേഷൻ ആണെങ്കിൽ ഫേസ്ബുക്ക് ആയിരിക്കും, ഇൻസ്റ്റയിലും പറ്റും. യൂഷ്വലി ഫേസ്ബുക്കിലാണ് ഇപ്പം വെൻ വി ലുക്ക് അറ്റ് ഇപ്പൊ യങ്സ്റ്റേഴ്സ് ഒക്കെ ഇപ്പത്തെ ഒരു യങ്സ്റ്റേഴ്സ് ഒക്കെ ഇൻസ്റ്റയല്ലേ? ഇപ്പത്തെ ഒരു ടീനേജേഴ്സ് ഒന്നും ഫേസ്ബുക്ക് ഫേസ്ബുക്ക് എപ്പോഴും ഉപയോഗിക്കുന്നുണ്ടോ? എല്ലാവരും ഇൻസ്റ്റയിൽ തന്നെയാണ്. ഇപ്പൊ നമ്മളെ ഒരു ജനറേഷൻ ഫേസ്ബുക്ക് ഇപ്പോഴും നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷെ അതൊരു ടീനേജേഴ്സ് പ്രോബബ്ലി ഡോണ്ട് ഈവൻ ലുക്ക് അറ്റ് ഇറ്റ് എനിമോർ. സ്നാപ്ചാറ്റ്, ടിക്ടോക്ക്, അതൊക്കെ ഇതിനേക്കാളും പോപ്പുലറായി. അതും എന്താ ഇപ്പൊ ട്വിറ്റർ, മേ ബി അഗൈൻ നമ്മുടെ അത്ര ചിലപ്പം ഒരു പ്രൊഡക്റ്റ് മേ ബി ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് ഓഡിയൻസ്. അതുപോലെ അത് വി നീഡ് ടു ഐഡന്റിഫൈ. ഇപ്പൊ ഇഫ് യു ആർ ലൈക്ക് സേ എന്താ കുറച്ചും കൂടി വിഷ്വൽ ആയിട്ടുള്ള ഒരു മീഡിയം ആണെങ്കിൽ യൂട്യൂബ് ഇസ് എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം, റൈറ്റ്. ഇപ്പം നമ്മൾ ഇന്റീരിയേഴ്സ് ചെയ്യുന്ന ഒരാളാണ്, ഇൻസ്റ്റാഗ്രാം ആൻഡ് എന്താ യൂട്യൂബ് വുഡ് ബി എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം, റൈറ്റ്. അഗൈൻ ഈ പറഞ്ഞ പോലെ യു നീഡ് ടു ലുക്ക് അറ്റ് ഹൂ ഇസ് ദ ബൈയിങ് പേഴ്സൺ. അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം വി ആർ ഡൂയിങ് ബ്രാൻഡിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ എ ലക്ഷറി പ്രോപ്പർട്ടി ഗ്രൂപ്പ്, റൈറ്റ്. അവർക്ക് ഗോവയിലുണ്ട്, ഫുക്കറ്റിലുണ്ട്, ദുബായിലുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ് ആണ്. ഒരു പ്രോപ്പർട്ടി ഒരു 6-7 lakhs ആണ്, ഒരു വില്ല, റൈറ്റ്. ആ റേഞ്ചിലുള്ള അപ്പൊ താമസിക്കാനല്ല. അപ്പോ so what we try to do is we first try to identify who will buy this, right. അപ്പൊ നമുക്കൊരു ഒരു certain income bracket ഉള്ളവർക്കാണ് അത് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു ലെറ്റ്സ് ആ ഒരു ലെവലിലുള്ള സിഇഒ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്ന് ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളല്ല, റൈറ്റ്. സോ വാട്ട് ഡു വി ഡു? ചിലപ്പോൾ അയാളുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്, റൈറ്റ്. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ വേ ഡു വി ടാർഗറ്റ്? ലിങ്ക്ഡിൻ. ഫിനാൻഷ്യൽ അഡ്വൈസറും ഇൻസ്റ്റാഗ്രാമിലല്ല. അവരെ എങ്ങനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം? ലിങ്ക്ഡിൻ ആയിരിക്കും അവരുടെ കറക്റ്റ് പ്ലേസ്. നമുക്ക് ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ വെച്ച് അവരെ ടാർഗറ്റ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് എന്താ, ലിങ്ക്ഡിൻ ആകുമ്പോൾ കറക്റ്റ് ജോബ് ഡിസ്ക്രിപ്ഷൻ, എല്ലാം പ്രൊഫഷണൽസ് ആണ്. അവിടെ നമ്മൾ പരസ്യം കൊടുത്താൽ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഇത് കാണും. ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതേ ആഡ് തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാണ്. മേ ബി വി ആർ ടാർഗറ്റിംഗ് ദ ഡോട്ടർ ഓർ ദ വൈഫ് ഓഫ് ദിസ് ബിസിനസ് മാൻ. അപ്പൊ മേ ബി ദ ഡോട്ടർ ഇസ് ദ വൺ സജസ്റ്റിംഗ് നമുക്ക് ഗോവയിൽ ഒരു ഹോളിഡേ പ്രോപ്പർട്ടി ആയാലും എന്തുകൊണ്ട്. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി കാരണം ഹോളിഡേ ഹോം എന്നാക്കും നമ്മുടെ കണ്ടന്റ്, റൈറ്റ്. സോ വി നീഡ് ടു ഐഡന്റിഫൈ ഈ ടാർഗറ്റ് ഓഡിയൻസ് എവിടെയാണോ അവർക്ക് എന്ത് മെസ്സേജ് ആണ് അട്രാക്റ്റീവ് ആവുക. ഇപ്പൊ ഇതേ സംഭവം തന്നെ യൂട്യൂബില് മേ ബി ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഇവരുടെ അഡ്വൈസർ അല്ലെങ്കിൽ ഇവരാരെങ്കിലും ഒക്കെ ചിലപ്പോൾ യൂട്യൂബിൽ ചിലപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. മേ ബി അവർക്ക് ജനറൽ ആയിട്ടുള്ള ആഡ് യൂട്യൂബിൽ കൊടുക്കാം, റൈറ്റ്. സോ അതാണ്. സോ എവറി ബ്രാൻഡ് നീഡ്സ് ടു നോ ഹൂ ദ ടാർഗറ്റ് ഓഡിയൻസസ്. എന്നിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. മറ്റേ എന്താണ് കുടങ്കമത്തി വെച്ച് വെള്ളം ഒഴിക്കണ പോലെ എല്ലായിടത്തും പലർക്കും പല പ്ലാറ്റ്ഫോംസും യൂസ്ഫുൾ അല്ല. കാരണം അവരുടെ ഓഡിയൻസ് അവിടെ ഉണ്ടാവുകയില്ല. ലിങ്ക്ഡിൻ ഒരു വളരെ നമ്മുടെ നാട്ടിൽ വളരെ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. പുറത്ത് വളരെ പോപ്പുലർ ആണ്, ഇവിടെ വളരെ അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ്. പിന്നെ ലിങ്ക്ഡിനിൽ ആഡ് കൊടുക്കാൻ ഓൾമോസ്റ്റ് 3 times ആണ് പ്രൈസ്. പക്ഷേ എല്ലാം പ്രൊഫഷണൽസ് ആണ്. ആരും തമാശക്കല്ല ലിങ്ക്ഡിനിൽ. എവരിവൺ ഇസ് വെരി സീരിയസ്. അപ്പോ അങ്ങനെയുള്ള പ്രൊഡക്റ്റും അങ്ങനെയുള്ള ആൾക്കാരെ വേണ്ടവർക്കാണ് അതിൽ പോയിട്ട് കാര്യമുള്ളൂ. ഇപ്പൊ നമ്മളൊരു ബിസിനസ് കൺസൾട്ടൻസി സർവീസ് ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, അത് ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുന്നത് മേ ബി നോട്ട് ദ ബെസ്റ്റ് പ്ലേസ്, റൈറ്റ്. പക്ഷേ ലിങ്ക്ഡിൻ വുഡ് ബി എ ഗുഡ് പ്ലേസ്. നമ്മൾ അവിടെ ആഡ് കണ്ടാലും യു ടേക്ക് ഇറ്റ് ആസ് ക്രെഡിബിൾ ആൻഡ് ട്രസ്റ്റ് വർത്തി. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ശരിക്കും എല്ലാ പ്ലാറ്റ്ഫോമിനെ കുറിച്ചും കൃത്യമായിട്ട് പഠിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് അതിൽ സൂട്ടാണോ, നമ്മുടെ ഓഡിയൻസ് അതിലുണ്ടോ, അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ട് വേണം അതിന്റെ പൈസ മുടക്കാനായിട്ട്. പിന്നെ ദ ഗുഡ് തിങ് ഈസ് ഇതെല്ലാം
ട്രാക്കബിൾ ആണ്, റൈറ്റ്? ഓൾ ദിസ് ദർ ഇസ് ഡേറ്റ ടു ഇറ്റ്, റൈറ്റ്? നമ്മൾ ട്രഡീഷണൽ മീഡിയ വെച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ ഫ്ലെക്സ് അടിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ നോട്ടീസ് ഇടുന്നത് എത്ര പേര് കണ്ടു, എത്ര പേര് വായിച്ചു നമുക്കൊന്ന് പറയുമ്പോൾ എല്ലായിടത്തും കൊണ്ടേ കൊടുക്കുന്നു. പേപ്പറിന് ആഡ് കൊടുത്താൽ എത്ര പേര് കാണുന്നുണ്ട് എന്ന് അവര് പറയും, ഇത്ര പേപ്പർ അടിക്കുന്നുണ്ടെന്ന്. പക്ഷെ എത്ര പേര് വായിക്കുന്നുണ്ട്, എത്ര പേര് നോക്കുന്നുണ്ടെന്ന് ഇതാവുമ്പോ യു ഗെറ്റ് ടു നോ എക്സാക്ട്ലി എത്ര പേര് കണ്ടു, എത്ര പേര് ക്ലിക്ക് ചെയ്തു, എത്ര പേര് ക്ലിക്ക് ചെയ്ത് നമ്മുടെ പേജിലെത്തി, ആ പേജിലെത്തിയവർ എത്ര ടൈം സ്പെൻഡ് ചെയ്തു, റൈറ്റ്? ഇപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാം. അത് പോസിബിൾ ആണ് കൃത്യമായിട്ട്. അതുവഴി എത്ര ലീഡ്സ് കിട്ടും, എൻക്വയറീസ് എത്ര ജനറേറ്റ് ചെയ്യാൻ പറ്റും, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാം. സോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു പല പ്ലാറ്റ്ഫോംസിൽ ഇപ്പം ഒരു ബ്രാൻഡിന് ഇപ്പൊ അറിയുന്നില്ല എവിടെ നിന്നാണ് അവരുടെ ഓഡിയൻസ് വരുന്നത്, കസ്റ്റമേഴ്സിന് പല പ്ലാറ്റ്ഫോംസിലും ആഡ് കൊടുത്ത് നോക്കുക, റൈറ്റ്? എന്നിട്ട് അവർക്ക് കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്നൊരു കസ്റ്റമർ ആണോ ഈ പ്രോഡക്റ്റ് ചെക്ക്ഔട്ട് ചെയ്തത്, അതോ ഫേസ്ബുക്കിൽ നിന്ന് വന്ന ആളാണോ, അതോ ഗൂഗിൾ സെർച്ച് വഴി വന്ന ഒരാളാണോ എന്ന് നമുക്ക് കറക്റ്റ് അറിയാം. അറിയാം, നമുക്ക് ആ കറക്റ്റ് അവരുടെ പാത്ത് അറിയാം. അവർ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്നു, ഏതൊക്കെ പേജിൽ പോയി, എത്ര ടൈം ആ പേജിൽ സ്പെൻഡ് ചെയ്തു, എവിടം വരെ അവർ പോയി, പർച്ചേസ് ചെയ്തോ, കാർട്ട് അബാൻഡൻ ചെയ്തോ, കറക്റ്റ് ആയിട്ട് അറിയാം. അതുപോലെ തന്നെ ഇത് അഡ്വാൻറ്റേജസ്, ഈ അബാൻഡൻ ചെയ്ത് പോയാൽ നമുക്ക് റീടാർഗറ്റ് ചെയ്യാം. നമ്മൾ ഈ ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ എത്തുമ്പോൾ ആഡ് വരുമല്ലോ, റീടാർഗറ്റിംഗ്. അതാണ് റീടാർഗറ്റിംഗ് എന്ന് പറയാം. നമുക്ക് അങ്ങനെ റീടാർഗറ്റ് ചെയ്യാം. ഇപ്പൊ വേറൊരു മീഡിയത്തിന് ആ ഒരു പോസിബിലിറ്റി ഇല്ല. ട്രഡീഷണൽ മീഡിയത്തിന് നമ്മുടെ കസ്റ്റമർ ആണോ പോയാൽ അവർ പോയി, പിന്നെ നമുക്ക് ഇടുന്നോ. ഇതാകുമ്പോൾ ഇറ്റ്സ് വെരി മച്ച് ലൈക്ക് ഓരോ സെക്കൻഡും നമുക്ക് ട്രാക്ക് ചെയ്യാം. ആ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ ഐ തിങ്ക് ബ്രാൻഡ്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ റിട്ടേൺസ് നമുക്ക് നോക്കാമല്ലോ. എത്രത്തോളം നമുക്ക് അതിൽ റിട്ടേൺ കിട്ടുന്നുണ്ട് നമുക്ക് തോന്നുന്നു. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലെ കസ്റ്റമേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ചെക്ക്ഔട്ട് ചെയ്യുന്നത്. സി ദാറ്റ്സ് ഓൾസോ ദ തിങ്. പലരും എന്തെന്ന് വെച്ചാൽ ദേ മിസ്റ്റേക്ക് ലൈക്സ് ആൻഡ് വ്യൂസ് ഫോർ കസ്റ്റമേഴ്സ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു, കുറെ ലൈക്ക് കിട്ടി, ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ അതിൽ ഏതെങ്കിലും കസ്റ്റമർ ആയോ നോക്കുന്നില്ല. ഇപ്പൊ കുറെ ചിലപ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരിക്കും, കുറെ പേര് ലൈക്ക് ചെയ്യും, കാണാൻ ഭയങ്കര രസമുണ്ട്. പക്ഷെ ഇതിൽ എന്തെങ്കിലും ഒന്ന് കസ്റ്റമർ ആയോ എന്നുള്ളത് they don't check. പൈസ കിട്ടുമെന്നുള്ളത് പെട്ടിയിലെ പൈസ പെട്ടിട്ടുള്ള കാര്യമുള്ളൂ. അതാണ്. അപ്പം പലപ്പോഴും പല കമ്പനികളും ഏജൻസികളും ചെയ്യുന്നത് ഇത്ര ലൈക്ക് വാങ്ങിച്ചു, അതിൽ ദർ ഇസ് നോ പോയിന്റ്. അത് അഗൈൻ അതും ഐ ഫീൽ ലൈക്ക് ഇപ്പോ ഞാൻ ഒരു 10-20 വർഷമായിട്ട് പുറത്തായിരുന്നുണ്ട്. ഐ സീ ഹൗ മാർക്കറ്റിംഗ് ഈസ് ഡൺ ഇൻ സിംഗപ്പൂർ വേഴ്സസ് ഇന്ത്യ, റൈറ്റ്? ഇവിടെ ഇപ്പോഴും പല ബിസിനസ്സുകളും ചോദിക്കുന്നത് നമുക്ക് കുറെ ലൈക്കും വ്യൂസും കൂട്ടാൻ, നമ്മുടെ വീഡിയോ വൈറലാക്കാൻ എന്ത് ചെയ്യാം. ഇതാണ് ഒരു ബേസിക് തിങ്. വൈറലായതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വാട്ട് ലൈക് ഡസ് ദാറ്റ് മീൻ ഇപ്പൊ വൈറലാവുന്നത് നല്ലതാണ്. അതെ, അപ്പൊ നമ്മൾ കുറെ പൈസ മുടക്കിയാൽ കുറെ വ്യൂസ് കിട്ടും. ബട്ട് ഈ കാണുന്നവരൊക്കെ നമ്മുടെ ഓഡിയൻസ് ആണോ? നമുക്ക് കസ്റ്റമേഴ്സ് ഇപ്പോഴോ ഫ്യൂച്ചറിലോ ആകാൻ പറ്റുന്നവരാണോ ഇതൊക്കെ കണ്ടത്? അതോ വെറുതെ ഇങ്ങനെ കുറെ പേര് കണ്ടു എല്ലാവരും കൊള്ളാലോ നല്ല ഈ പറഞ്ഞ പോലെ ഓർഗാനിക് ആയിട്ട് ബിസിനസ് വരണം, ഓർഗാനിക് ആയിട്ട് കാണണം അല്ലെ? അങ്ങനെയാണെങ്കിൽ അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടും. അത് ഒരു ലോങ് പ്രോസസ്സാണ്. എന്താ നമ്മുടെ ഇവിടെ ഐ തിങ്ക് പീപ്പിൾ സ്റ്റിൽ ഹാവ് എ ലോങ് വേ ടു ഗോ. പക്ഷെ ഇപ്പോ ദ യങ്കർ ജനറേഷൻ, റൈറ്റ്, എന്താ ഒരു 10 years ago വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഇറ്റ്സ് മച്ച് മോർ ഈസിയർ ടു കൺവിൻസ് ബിസിനസ്സസ്. ഞങ്ങൾക്ക് തന്നെ ഇപ്പം ഞങ്ങൾ ഒരു വെബ്സൈറ്റിന്റെ കോഡ് ഇപ്പോൾ 2-3 ലക്ഷം എന്ന് പറയുമ്പോൾ പീപ്പിൾ ആർ നോട്ട് ഫ്രീക്കിംഗ് ഔട്ട്. പണ്ട് എനിക്ക് അത് വേണ്ട, അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഇപ്പോ കുറച്ചുനാൾ മുമ്പ് ഇപ്പൊ ഞങ്ങളൊരു കമ്പനിയുടെ ഒരു ഓൾമോസ്റ്റ് 4-5,000 crore ടേൺ ഓവറുള്ള ഒരു കമ്പനിയുടെ പബ്ലിക്ലി ലിസ്റ്റഡ് ഇന്ത്യയുടെ വൺ ഓഫ് ദ ഫോർച്യൂൺ 500 കമ്പനീസ് ഞങ്ങൾ അവരുടെ വെബ്സൈറ്റ് ചെയ്യാണ്. അപ്പൊ ഞങ്ങൾ കൊടുത്ത കോട്ട് ഐ മീൻ ഇൻ ലാക്സിലാണ്. അത് തന്നെ കൺവിൻസ് ചെയ്യാൻ മാസങ്ങളുടെ ഡിസ്കഷൻ ആയിരുന്നു. അപ്പൊ വെൻ യു ലുക്ക് അറ്റ് ദെയർ ടേൺ ഓവർ, റൈറ്റ്, ആൻഡ് ഇറ്റ്സ് ലിറ്ററലി നത്തിങ്, റൈറ്റ്? പക്ഷേ they don't see the value, right? But when the new younger generation took over, right, they understand the value. they are like just sign it off. പേപ്പറിൽ 10 ലക്ഷം അഡ്വർടൈസ്മെന്റ് കൊടുക്കാനായിട്ട് ആദ്യം പറഞ്ഞവര് റെഡി ആയിരിക്കും. പക്ഷെ ഇത് പക്ഷെ അതിനകത്ത് ഇത്രയും ലോങ് ടൈം ഉള്ളൊരു വെബ്സൈറ്റോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് കിടക്കുന്ന സാധനമുള്ളത് ആക്ച്വലി. പക്ഷെ ഇപ്പൊ അത് എന്താ they have realized why they should do it. ഇപ്പൊ അതുപോലെ ഐ തിങ്ക് ഈ പറഞ്ഞ പോലെ then they realize നമ്മള് നമ്മുടെ ഡൊമൈൻ നെയിം മാത്രമല്ല ഇതുപോലെ സിമിലർ ഡൊമൈൻ നെയിംസ് എല്ലാം വാങ്ങിക്കണം. സ്ലോലി ദേ ആർ അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്, റൈറ്റ്? അതുപോലെ SEO ചെയ്യണം, നമ്മൾ കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം. ബിക്കോസ് ഇവരുടെ ക്ലയൻസ് എക്സ്പോർട്ടേഴ്സ് ആണ്, കൂടുതലും പുറത്തുള്ളവരാണ്. സോ വെൻ ദേ ആസ്ക് അപ്പൊ നിങ്ങൾക്ക് പേജ് ഒന്നും ഇല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊന്നും കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് അവരോ ശരിയാണല്ലോ നമുക്ക് സോഷ്യൽ മീഡിയ പ്രസൻസ് ഇല്ല, മേ ബി വി ഷുഡ് ഡു ഇറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം പേപ്പറിൽ എന്തെങ്കിലും വായിച്ചൊരു ആർട്ടിക്കിൾ ആയിരുന്നു. ഒരു കഴിഞ്ഞ വർഷത്തേക്കാളും ഈ വർഷം വന്നപ്പോൾ 30% വ്യൂവേഴ്സ് കൂടിയിട്ടുണ്ട്. ടോട്ടൽ സോഷ്യൽ മീഡിയയിലുള്ള വ്യൂവേഴ്സ് അതിന്റെ 30% ഗ്രോത്ത് കിട്ടിയെന്നാണ് ഉദ്ദേശിച്ചത്. അത്ര പേര് കൂടിയിട്ടുണ്ട്. അപ്പൊ അത് പറഞ്ഞ പോലെ മറ്റു പലരും എനിക്ക് തോന്നണു കുറഞ്ഞുകൊണ്ടിരിക്കുക.
കൺവെൻഷണൽ ആയിട്ടുള്ള പല ഇതിലും കുറഞ്ഞുകൊണ്ടിരിക്കുക. ശരിയാ. അപ്പൊ നമുക്ക് അത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സാധനം. ഇയർ ഓൺ ഇയർ എത്ര പേര് പുതിയ സോഷ്യൽ മീഡിയയിലേക്ക് മാറുന്നു, അവർ പർച്ചേസ് സോഷ്യൽ മീഡിയയിലേക്ക് മാറും. പണ്ട് ഞങ്ങൾ ഇടയ്ക്ക് പറയുമായിരുന്നു, ഇപ്പൊ കമ്പ്യൂട്ടറൊക്കെ ചില സാധനങ്ങൾ ബിസിനസ് കമ്പ്യൂട്ടർ ആയതുകൊണ്ട് കമ്പ്യൂട്ടർ ചിലരൊക്കെ പറയും ഈ ഇപ്പൊ നമ്മൾ കട തുടങ്ങി വെച്ചിട്ട് കാര്യമില്ല, ഈ അത്യാവശ്യം ഇത് നോക്കാനും മൊബൈൽ നോക്കാനും അറിയാൻ പാടാത്തവർ മാത്രം കടയിൽ വരുള്ളൂ, അല്ലാത്തവർ മുഴുവനും ഓൺലൈൻ നോക്കി കാര്യങ്ങൾ നോക്കിയിട്ട് മണ്ടന്മാര് മാത്രം ഒന്ന് ആ വീട് പറഞ്ഞു, ആ വീഡിയോ യൂസ് ചെയ്യാനുള്ള മണ്ടന്മാര് മാത്രം കടയിൽ പോയി പറയുമ്പോൾ നമ്മള് കടയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ചെയ്യുമ്പോൾ ആൾക്കാർ ഫസ്റ്റ് ഇതെല്ലാം സെർച്ച് ചെയ്തിട്ടാണ് കാര്യങ്ങൾ നോക്കുന്നതെന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നു. അത് ഐ തിങ്ക് ബിസിനസ്സസ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇപ്പോൾ വൺ ചേഞ്ച് വി ഹവ് നോട്ടീസ്ഡ്, ഇപ്പോൾ ഫിസിക്കൽ സ്റ്റോഴ്സ് ഹവ് ബിക്കം ലൈക്ക് ഒരു ജസ്റ്റ് ഒരു ഡെമോ സ്റ്റോർ, റൈറ്റ്? ഇപ്പം നമ്മൾ പെപ്പർ ഫ്രൈ, അർബൻ ലാഡർ, ഇങ്ങനത്തെ ഒക്കെ എക്സാമ്പിൾസ്, റൈറ്റ്? ഇപ്പോൾ സെയിം തിങ് ഇൻ സിംഗപ്പൂർ, റൈറ്റ്? ഈ ഓൺലൈൻ സെല്ലേഴ്സിനൊക്കെ ഒരു സ്റ്റോർ ഉണ്ട്, നോട്ട് ഫോർ സെയിൽസ്, ഒരാൾക്ക് ഒരു പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് പ്രൊഡക്റ്റ് ഒന്ന് കാണണം, ഒന്ന് ഉപയോഗിച്ച് നോക്കണം. യെസ്, പക്ഷെ അവിടെ ചെന്നാലും അവര് കമ്പ്യൂട്ടറിലാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്, അല്ലാതെ അവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് വരാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ബിസിനസ് മോഡലിലേക്ക് മാറി പലരും. ആൻഡ് കസ്റ്റമേഴ്സ് ഒക്കെ വിത്ത് കസ്റ്റമേഴ്സിന് വില കുറഞ്ഞ് കിട്ടാന്നല്ലാതെ അങ്ങനെ ഇപ്പൊ തന്നെ വാങ്ങിച്ചു പോകണം എന്നുള്ള ഒരു നിർബന്ധമൊക്കെ മാറി. പീപ്പിൾ ആർ ഓൾസോ യൂസ് ടു ഇറ്റ്, റൈറ്റ്? ഐ തിങ്ക് കോവിഡ് ആക്സിലറേറ്റഡ് ദിസ് പ്രോസസ്. ഒരു 5-10 years അത്രയും ആൾക്കാർ ഡിജിറ്റലിനെ അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങി. കോവിഡിന്റെ ഒരു ഫസ്റ്റ് ഇയർ വി സ്ട്രഗിൾഡ് ആസ് എ ബിസിനസ്, റൈറ്റ്? ആ ഒരു തുടങ്ങിയപ്പോ എല്ലാവർക്കും പറ്റി, എവ്രി വൺ സ്റ്റാർട്ടഡ് ലൈക്ക് ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാവരും നിർത്തി, റൈറ്റ്? എവ്രി വൺ വാസ് ലൈക്ക് ഇപ്പൊ ഒന്നും ചെയ്യണ്ട, എന്താ പറ്റുന്ന അറിയില്ല, എല്ലാവരുടെയും ബഡ്ജറ്റ് കട്ട് ചെയ്തു എവറി ക്ലയന്റ്. അപ്പം വി വർ ലൈക്ക് വാട്ട്സ് ഗോണ ഹാപ്പൻ. പക്ഷെ ഒരു 6 months to 1 year കഴിഞ്ഞപ്പോ നേരെ തിരിച്ചായി. എവ്രി വൺ ഈസ് ലൈക്ക് വി നീഡ് ടു ബി ഓൺലൈൻ. നമുക്ക് വെബ്സൈറ്റ് ചെയ്യാൻ പറ്റുമോ? പെട്ടെന്ന് ഒരു സോഷ്യൽ മീഡിയ. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ഗോ, റൈറ്റ്? അതൊരു എസ്പെഷ്യലി വിത്ത് ദ വേ വിത്ത് തിങ്സ് ആർ ചേഞ്ചിങ് വിത്ത് AI, റൈറ്റ്? ഇപ്പൊ ഞങ്ങളെ പോലുള്ള ഏജൻസികൾക്കൊക്കെ ഇനി എത്ര നാൾ എക്സിസ്റ്റൻസ് ഉണ്ടാവും എന്ന് അറിയില്ല, ബിക്കോസ് AI ഈസ് ടേക്കിംഗ് ഓവർ എ ലോട്ട് ഓഫ് ജോബ്സ്, അല്ലെങ്കിൽ ലോട്ട് ഓഫ് ബിസിനസ്സസ് ആസ് എ ഹോൾ AI ടേക്ക് ഓവർ ചെയ്യാണ്, റൈറ്റ്? ഇപ്പൊ നമ്മള് ഇപ്പൊ ഞങ്ങളുടെ ടീമില് 3-4 കണ്ടന്റ് റൈറ്റേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ ഒരാൾ മതി, ബാക്കി മൊത്തം AI ആണ് പണിയെടുക്കുന്നത്. ഇനി ആ ഒരാൾ കൂടി വേണ്ടാതെയാകും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഡിസൈനേഴ്സ് 10 പേരുടെ അടുത്ത് 2 പേര് മതി, ഇപ്പൊ ബാക്കി ഇപ്പം നമ്മള് സ്റ്റോക്ക് ഇമേജസ് എന്നൊരു വലിയൊരു ഇൻഡസ്ട്രി ആയിരുന്നല്ലോ, സ്റ്റോക്ക് ഇമേജ് ലൈബ്രറീസ് ഉണ്ടായിരുന്നു. അതൊരു ഇതിനെ 1 year മിക്കവാറും അത് ഇല്ലാതെയാവും, ബിക്കോസ് നമ്മൾ AI നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് ജനറേറ്റ് ചെയ്തെടുക്കാം, റൈറ്റ്? അപ്പോൾ ദർ ആർ എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ബിസിനസ്സസിന് അഡ്വാൻറ്റേജ് ആണ്, കാരണം വളരെ ചീപ്പായിട്ട് അവർക്ക് ഓൺലൈൻ പ്രസൻസ് ഉണ്ടാക്കിയെടുക്കാം, അവർക്ക് വേണ്ട ക്രിയേറ്റീവ്സ് ഉണ്ടാക്കിയെടുക്കാം, റൈറ്റ്? ഇഫ് യു ആർ എ സ്മോൾ ബിസിനസ്, റൈറ്റ്? ഒരു സർട്ടൻ ലെവൽ കഴിഞ്ഞ് കഴിയുമ്പോൾ യു പ്രോബ്ലി നീഡ് ആൻ ഏജൻസി. പക്ഷേ ഇഫ് യു ആർ എ സോളോ ബിസിനസ് ഓണർ, വളരെ ചീപ്പായിട്ട് ഇപ്പോൾ പല കാര്യങ്ങളും സ്വയം ചെയ്യാം. പണ്ട് ഇപ്പോൾ നമുക്ക് കണ്ടന്റ് റൈറ്റിംഗ് അറിയില്ലെങ്കിൽ വി കുഡന്റ് റൈറ്റ് ആൻ ആർട്ടിക്കിൾ, ഇപ്പൊ അതിന്റെ ആവശ്യം ChatGPT വെച്ച് നമുക്ക് എഴുതിയിടാവുന്നേ ഉള്ളൂ. അതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല ഇപ്പോൾ. അപ്പോൾ ആസ് എ സോളോ ബിസിനസ് ഓണർ അല്ലെങ്കിൽ എ സ്മോൾ ബിസിനസ് ഓണർ, ഐ തിങ്ക് ഇറ്റ്സ് ഓൾ ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ, റൈറ്റ്? അത് യൂസ് ചെയ്യാനുള്ളൊരു ലേൺ ചെയ്യാനും യൂസ് ചെയ്യാനുള്ള ഒരു എഫേർട്ട് എടുത്താൽ മതി. ഡിഫിക്കൽട്ട്, ഇറ്റ്സ് വെരി ഈസി. നമ്മൾ യൂട്യൂബിൽ ഇപ്പോൾ ഇല്ലാത്തതൊന്നുമില്ല, ലൈക്ക് നമുക്കൊരു ഡേറ്റ കണക്ഷൻ ഉണ്ടെങ്കിൽ പഠിക്കാനുള്ള എല്ലാം പഠിക്കാൻ പറ്റും. ഇതൊക്കെ ഗൂഗിളും യൂട്യൂബും ChatGPT ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും. അതെ, പിന്നെ ഞങ്ങൾക്ക് ഇതൊന്നും ആൾക്കാർ പഠിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും പൈസ ഞങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടയിൽ പോയി മേടിക്കുന്നവന് ഓൺലൈൻ യൂസ് ചെയ്യാൻ അറിയാത്തവർ മാത്രം കടയിൽ പോയി മേടിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ആക്ച്വലി. അങ്ങനെ കുറെ ആൾക്കാർ ഉള്ളതുകൊണ്ട് ഇപ്പോഴും കടയിലേക്ക് I think as a business we are also trying to shift to high end clients, right? കുറച്ചും കൂടി യൂണീക്ക് ആയിട്ടുള്ള പ്രോഡക്ട്സ് വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ ബിസിനസ്സുകൾ. അവർക്കൊരിക്കലും ഇരുന്ന് AI ജനറേറ്റ് ചെയ്ത് നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുമെന്ന് പറയില്ല, റൈറ്റ്? പക്ഷേ ഇഫ് യു ആർ എ ബിസിനസ് ടാർഗറ്റിംഗ് സ്മോൾ ബിസിനസ്സസ്, അത് ആ ഒരു സ്പേസ് കുറഞ്ഞു വരികയാണ്. ആൻഡ് കോസ്റ്റ് കട്ട്, ഇങ്ങനെ ദർ ഓൾവേസ് ബി സമ്മൺ ടു അണ്ടർകോട്ട് യു. ഇപ്പോൾ വിത്ത് AI നമ്മൾ വിചാരിക്കുന്നതിന് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഫ്രീ, റൈറ്റ്? ഇപ്പൊ നമ്മളൊരു വെബ്സൈറ്റ് പണ്ട് 2,999 ആയിരുന്നു ചിലപ്പോൾ ഏറ്റവും കുറവ്, ഇപ്പൊ അത് 1,000 കുറഞ്ഞു. അപ്പൊ ലൈക്ക് വി കാൻ സർവൈവ് ലൈക്ക് ദാറ്റ്. ജോർജ്, ഇപ്പൊ ഏറ്റവും പുതിയ ട്രെൻഡാണല്ലോ ഇപ്പൊ AI വന്നതിന് ശേഷം. ഇപ്പൊ നമ്മൾ പലരും സംസാരിക്കുന്നുണ്ട് AI വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലർക്കും ജോലി ഇല്ലാണ്ടാവും. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ഇപ്പൊ AI വരുന്നത് കൊണ്ട് ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യുന്ന കുറെ ആൾക്കാരെ, ഇപ്പൊ പണ്ട് നമ്മൾ പറയുമായിരുന്നു കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞപ്പോൾ കുറെ പേർക്ക് ജോലി ഇല്ലാതെയാവും എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി, കമ്പ്യൂട്ടർ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ജോലി എഫിഷ്യന്റ് ആയിട്ട് ഈസി ആയിട്ട് മാറി. അതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും എളുപ്പമായി. അപ്പൊ ആ പറഞ്ഞ പോലെ AI വരുന്നത് കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരെ എങ്ങനെയായിരിക്കും AI സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്? ഐഡിയ. ഇതിന്റെ 2 സൈഡ്സ് ഉണ്ട്. ഒന്ന്, ഈ ബിസിനസ് ഓണേഴ്സിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഞങ്ങളെ പോലുള്ള കമ്പനികൾക്ക്. അതെ,
ഞങ്ങൾക്കും അത് അഡ്വാൻറ്റേജ് ആണ്, റൈറ്റ്? ആ ഒരു സൈഡ് ആദ്യം പറയാം. അതായത് ഞങ്ങൾക്കത് അഡ്വാൻറ്റേജ് ആണ് ബിക്കോസ് ഞങ്ങളുടെ വർക്ക് കുറെ കൂടി എളുപ്പമായി. പണ്ട് നമ്മളുടെ അടുത്ത് ഒരു ക്ലയന്റ് പറയുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിഷ്വൽ വേണം, റൈറ്റ്? ഇപ്പൊ ഞങ്ങളുടെ ഒരു മോഡൽ സേ തായ്ലൻഡിലേക്ക് പോവാണ്, ട്രാവൽ ഏജൻസി ആണെങ്കിൽ ശരി, അത് ഞങ്ങൾക്ക് ഇപ്പോൾ എയിൽ ജനറേറ്റ് ചെയ്യാം, അവിടെ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, റൈറ്റ്? അപ്പം അത് വളരെ എളുപ്പത്തിൽ ഞങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഐഡിയാസ് ഹാവ് ബിക്കം മോർ വാല്യുബിൾ ദാൻ എവർ, റൈറ്റ്? ഐഡിയ മതി, അത് ചെയ്യാൻ ഇനിയിപ്പോ എങ്ങനെ പൈസ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇത് ക്ലയന്റ് ബഡ്ജറ്റ് അപ്രൂവ് ചെയ്യോ, അതൊരു പ്രശ്നമല്ല. ഇപ്പൊ നമ്മൾ എന്ത് മനസ്സിൽ വിചാരിച്ചാലും അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. സോ ഐ തിങ്ക് ദാറ്റ്സ് എൻ അഡ്വാൻറ്റേജ്, റൈറ്റ്? പക്ഷേ ഇഫ് യു ആർ നോട്ട് അഡാപ്റ്റിംഗ് യു വിൽ ലൂസ് ഔട്ട്. കാരണം ഇപ്പൊ ലെറ്റ്സ് സേ ഞങ്ങളിപ്പം ക്ലയന്റിന്റെ അടുത്ത് പറയാം നമുക്ക് ഈ പ്രോജക്റ്റ് 1 lakhന് ചെയ്യാം, അടുത്ത ടീം പറയാണ് നമുക്ക് തായ്ലൻഡിൽ പോയി ഷൂട്ട് ചെയ്യണം 10 ലക്ഷം രൂപയാവും, വി വിൽ ഗെറ്റ് ദ ബിസിനസ്. നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് പ്രസന്റ് ചെയ്യുന്നവൻ 10 ലക്ഷം മുടക്കിയാലാണ് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. വി വിൽ ബി ചീപ്പർ ഓൾവേസ്. ആ ഒരു അഡാപ്റ്റേഷൻ ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് ആസ് ഞങ്ങളുടെ അത് അതർ സൈഡ്, റൈറ്റ്? പ്രൊവൈഡേഴ്സ്, സർവീസ് പ്രൊവൈഡേഴ്സിന് അത് ഓൾവേസ് എൻ അഡ്വാൻറ്റേജ്. അത് എവറി ഫീൽഡ്, റൈറ്റ്? കണ്ടന്റ് റൈറ്റിംഗ്, ഡിസൈനിങ്, എല്ലാത്തിലും വി ഷുഡ് അഡാപ്റ്റ് ഇറ്റ്, റൈറ്റ്? നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു 10 മണിക്കൂർ എടുത്ത് ചെയ്യുന്ന ഒരു പണി അതിലൊരു 8 hours വർക്ക് എ ഐനെ കൊണ്ട് ചെയ്യിപ്പിച്ച് നമ്മൾ ആ 2 hours വാല്യൂ അഡീഷൻ എ ഐക്ക് ചെയ്യാൻ പറ്റാത്തൊരു നെക്സ്റ്റ് സ്റ്റെപ്പ്, അത് വി ഷുഡ് ആഡ്. ദി അതർ സൈഡ് ആസ് എ ബിസിനസ് ഓണർ, റൈറ്റ്? നമ്മൾക്കിപ്പോൾ നേരത്തെ ഞാൻ സംസാരിച്ചു ടാർഗറ്റ് ഓഡിയൻസ്, റൈറ്റ്? നമ്മുടെ കസ്റ്റമേഴ്സ് എവിടെയാണ്? സോ ആസ് സൂൺ ആസ് യു സ്റ്റാർട്ട് എ ബിസിനസ്, എവറി സ്റ്റെപ്പ് ഓഫ് ദ വേ ദർ ഇസ് എൻ എ ഐ ടൂൾ ദാറ്റ് യു കെൻ യൂസ്, റൈറ്റ്? പല ടൂൾസ് ആണ്. സ്റ്റാർട്ടിംഗ് വിത്ത് നമുക്ക് ഏറ്റവും അറിയാവുന്ന ChatGPT അല്ലെങ്കിൽ ക്ലോഡ്, ഇങ്ങനത്തെ പല ChatGPTയുടെ കോമ്പറ്റീറ്റേഴ്സ്. ഇതെല്ലാം നമ്മൾക്ക് എവറിത്തിങ് ഫ്രം മാർക്കറ്റ് റിസർച്ച് തൊട്ട് നമ്മളുടെ ഒരു കമ്പനിയുടെ പ്രൊഫൈൽ കൊടുത്ത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ അവരൊരു പ്രൊഫൈൽ തരും, റൈറ്റ്? ദേ ഹാവ് ഡൺ ദ റിസർച്ച്, അല്ലെങ്കിൽ അവർ ലക്ഷക്കണക്കിന് വായിച്ചിട്ടുള്ള ആർട്ടിക്കിൾസിൽ നിന്ന് എന്താ ഡിസ്റ്റിൽ ചെയ്ത് നമുക്ക് പറഞ്ഞു തരും എന്താണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ്, നിങ്ങളുടെ കസ്റ്റമേഴ്സ് എവിടെയാണ്, എന്തിലും മാർക്കറ്റ് ചെയ്യാം. പിന്നെ നമ്മളതൊന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളൂ. ഫാക്ച്വലി ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും ഒരു 99% ഡിപെൻഡബിൾ ആയിരിക്കും. It is dependable, right? So as a business owner, that's very valuable data. ഇത് എവറി സ്റ്റെപ്പ് ഓഫ് ദ, സോ യു ഹാവ് യുവർ ടാർഗറ്റ് ഓഡിയൻസ്. ഇനിയിപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ചെയ്യാൻ പോവാണ്, വെബ്സൈറ്റ് ചെയ്യാൻ AI ടൂൾസ് ഉണ്ട്, റൈറ്റ്? ഇപ്പം ഐ വുഡ് സേ സംതിങ് ലൈക്ക് gama.app എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. നമുക്ക് പ്രസന്റേഷൻ ഉണ്ടാക്കാനും വെബ്സൈറ്റ്സ് ഉണ്ടാക്കാനൊക്കെ മിനിറ്റ്സ് എടുക്കുള്ളൂ, ആൻഡ് ഇറ്റ്സ് വെരി ചീപ്പ്, റൈറ്റ്? അപ്പോൾ അത് ഈവൻ നമ്മുടെ ഇന്ത്യയിലെ പ്രൈസിങ് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഇറ്റ്സ് വെരി ചീപ്പ്, ലെസ് ദാൻ 1000 per month, റൈറ്റ്? അത് പ്രസന്റേഷൻസ് ഉണ്ടാക്കാം, നമുക്കൊരു കോർപ്പറേറ്റ് പ്രസന്റേഷൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ കാണിക്കാൻ ഒരു പ്രസന്റേഷൻ, അത് വളരെ ഈസിലി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഗിവ് യു ദ ഹോൾ പ്രസന്റേഷൻ വിത്ത് ഇമേജസ്, റൈറ്റ്? അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോവാണ്. വെബ്സൈറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം, മിഡ് ജേണി അല്ലെങ്കിൽ ChatGPT, ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇമേജസ് ജനറേറ്റ് ചെയ്യാം, പ്രൊഡക്റ്റ് ഇമേജസ് അല്ലെങ്കിൽ മോഡൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇടാനുള്ള ഇമേജസ്. ഇതൊക്കെ നമ്മൾ ഒരു 1 year ബാക്ക് നമ്മൾ കുറച്ച് ടെക്നിക്കലി അറിഞ്ഞാൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോർമൽ ഇംഗ്ലീഷിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് കറക്റ്റ് ഇമേജ് കിട്ടും, റൈറ്റ്? അതും ഐ തിങ്ക് ഇറ്റ് സോർട്ടഡ്. പിന്നെ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിങ്ങിന് ഇപ്പോൾ AI പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പിന്നെ ഇതെല്ലാം ഒരു ഇനിഷ്യൽ സ്റ്റേജസ് യു ക്യാൻ യൂസ്, റൈറ്റ്? അത് കഴിയുമ്പോൾ ഐ തിങ്ക് തിങ്സ് വിൽ ലെവൽ അപ്പ്. അപ്പോൾ പിന്നെ നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കേണ്ടി വരും, വി മൈറ്റ് നീഡ് ടു. പക്ഷേ ഒരു ഇനിഷ്യലി ഉള്ള ഒരു ആസ് എ സ്റ്റാർട്ടപ്പ് ഓണർ ഓർ സ്മോൾ ബിസിനസ് ഓണർ യു ക്യാൻ യൂസ് ഓൾ ദീസ് ടൂൾസ് വിതൗട്ട് മച്ച് എക്സ്പെൻസസ്. വളരെ ചെറിയ എക്സ്പെൻസസിന് യു ക്യാൻ. ഒത്തിരി പുതിയ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാണ്. ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ, റൈറ്റ്? ഐ തിങ്ക് ഈ നമ്മൾ കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ നമ്മൾ എത്രയും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്താൽ അത്രയും നല്ലത്, റൈറ്റ്? ഇത് ഇറ്റ് ഈസ് ഹിയർ ടു സ്റ്റേ. എന്തായാലും ഇനി അത് പോകുന്നില്ല. നമ്മൾ കമ്പ്യൂട്ടർ ഇപ്പോൾ പോകും, ഇനി അത് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു, അതൊന്നുമല്ല. AI ഈസ് ഹിയർ ടു സ്റ്റേ. നമ്മൾ എത്രമാത്രം പെട്ടെന്ന് അത് പഠിച്ച് അതിലേക്ക് അഡാപ്റ്റ് ആവുന്നോ അത്രയും നമ്മുടെ ബിസിനസ്സിന് നല്ലതാണ്. ഇല്ലെങ്കിൽ വി വിൽ ലൂസ് ഔട്ട്. there's a saying that AI won't take your jobs, പക്ഷെ someone using AI will take your job. അതാണ്. ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ അറിയാവുന്ന ആരെങ്കിലും ജോലി കൊണ്ടുപോകും. എക്സാക്ട്ലി. ശരി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്ര നേരം നമ്മൾ സംസാരിച്ചതെന്ന് ഇപ്പൊ ജോർജ് എക്സ്പ്ലെയിൻ ചെയ്ത്, ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബിസിനസ്സോ ആവട്ടെ, അവർക്ക് ഒരു സോഷ്യൽ മീഡിയ പ്രസൻസോ അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനോ ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പരിധി വരെ. അല്ലെങ്കിൽ അത്രയും വേറെ ടൈപ്പ് പ്രൊഡക്റ്റ് ആയിരിക്കണം, അല്ലെ? അത്രയും ലോക്കലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ആണ്. അപ്പൊ മാത്രമല്ല, നമ്മൾ പബ്ലിക്കിലേക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് പല മെത്തേഡുകളാണ് നമ്മൾ ഇത്ര നാളും യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞൊരു കുറച്ച് വർഷങ്ങളിലാണ് കൂടുതലായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ കൂടിയത് വരുന്നത്. അപ്പൊ പുതുതായിട്ട് തുടങ്ങുന്ന ഏതൊരു ആളെ സംബന്ധിച്ചാണെങ്കിലും ഇനി ഇതില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആരെങ്കിലും ഒരു പുതിയ ബിസിനസ് തുടങ്ങാനായിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കുറച്ച് കാര്യങ്ങൾ ഈ ഡിജിറ്റലിന് വേണ്ടിയിട്ട് തന്നെ, പണ്ട് നമ്മൾ പറയല്ലോ ഓഫീസ് നല്ല രീതിയിൽ ഫർണിഷ് ചെയ്ത് നല്ല രീതിയിൽ പരസ്യം കൊടുക്കുക എന്നുള്ളതിൽ എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളതിൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസുകളിൽ യൂസ് ചെയ്യുന്ന രീതിയിൽ മുമ്പോട്ട് പോയാൽ മാത്രമേ ഇനി അങ്ങോട്ട്
Yeah. ഇപ്പൊ അതുകൂടാതെ ഇപ്പൊ ഉള്ള ആൾക്കാരുണ്ട്, ഇപ്പൊ പല ആൾക്കാരും പഴയ ബിസിനസ് നന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, പക്ഷെ അവർക്ക് പല അവരുടെ ചിലപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് മുകളിലേക്ക് കയറി പോകുന്നുണ്ടാവും. അതിന് മെയിൻ റീസൺ നമ്മൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയനെയും ഡിജിറ്റലിനെയും നമ്മൾ വേണ്ട രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം പലപ്പോഴും പലരുടെയും ബിസിനസ് താഴെ പോകുന്നത്. അതും ശ്രദ്ധിക്കാതെ പോകുന്നവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു തന്നുള്ള നല്ല കണ്ടന്റ് മനസ്സിലാക്കി അടുത്തൊരു ലെവലിലേക്ക് സ്കെയിലപ്പ് ചെയ്യാനും പുതിയ ബിസിനസ് തുടങ്ങാനായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കഷൻ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ജോർജിനെ സംബന്ധിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഒരു സിംഗപ്പൂർ ആയിരുന്നു അദ്ദേഹം, 15 വർഷത്തോളം 20 വർഷം അല്ലേ, 20 വർഷത്തോളം സിംഗപ്പൂർ ആയിരുന്നു. അപ്പോൾ സിംഗപ്പൂർ ഓഫീസുണ്ട് കൊച്ചിയിൽ. ഇപ്പോൾ കൊച്ചിയിലും 100 കണക്കിന് ക്ലയൻസ് ഇപ്പോൾ ഉള്ളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ തരത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവരുടെ കമ്പനി പറയൽ ക്രിയേറ്റീവ് നല്ല രീതിയിൽ എല്ലാവരും ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ജോർജിൻ്റെ നമ്പർ വീഡിയോയുടെ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോർജിനെ കോൺടാക്ട് ചെയ്യാം. ജോർജ് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ജോർജ് അപ്പോൾ എന്തായാലും ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിന്, ഈ ഒരു എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒരു ഡിസ്കഷനും ഈ ഒരു തൻ്റെ അഭിപ്രായങ്ങളൊക്കെ കൃത്യമായി നല്ല രീതിയിൽ സംസാരിച്ചു കേട്ടോ. ഞാനത് ഇതായിട്ട് പറയുന്നതല്ല, കൃത്യമായിട്ട് സാധാരണക്കാരന് മനസ്സിലാവും. ഞാൻ ആദ്യം വെച്ച് സിംഗപ്പൂരൊക്കെ ആളായിരുന്നു, പിന്നെ എങ്ങനെയായിരിക്കുമോ സംസാരിക്കാന്നൊക്കെ ആദ്യം ആലോചിച്ചായിരുന്നു. പക്ഷേ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാധാരണ ഭാഷയിലാണ്. കാരണം നമ്മൾ ചില കൂടുതൽ ടെക്നോളജിയിൽ വരുമ്പോൾ പലർക്കും കാര്യങ്ങൾ അത്ര ഡെപ്തിൽ മനസ്സിലാവില്ല. പക്ഷേ ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള വളരെ ലളിതമായിട്ടാണ് ജോർജ് പറഞ്ഞു തന്നപ്പോൾ ഇതുവരെ എല്ലാവരുടെയും, ഇത് കാണുന്ന എല്ലാവരുടെയും, പിന്നെ ഞാൻ എൻ്റെ സ്വന്തം പേരിലുള്ള നന്ദി. താങ്ക് യു.